ഹായ് മക്കളെ, എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടോ, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കത്തിയതാവട്ടെ. ഏതാ നേരത്തെ കുഴച്ച് വെച്ചത് ഫുള്ളും കാട്ടിയിട്ടില്ല പറഞ്ഞല്ലോ. പൂളൻ്റെ കഷ്ണം എടുത്ത് പൂളപ്പൊടിയിൽ പൂളൻ്റെ ഇത് വരുത്തിയിട്ട് അതും പൊടിയും കൂടെ കുഴച്ച് വെച്ചാണ്. പിന്നെ പത്തിരി ഉണ്ട്. പിന്നെ നമ്മളിതിന് പിട്ട് ചുട്ട് ചെയ്യട്ടെ. വലിയ മത്തിയാണ് കേട്ടോ, നല്ല അടിപൊളി വലിയ മത്തിയാണ്. ഇത് നമുക്ക് അത്താഴത്തിന് കേട്ടോ മുളക് കയറ്റി വെക്കുകയാണ്. അത്താഴത്തിന് പൊരിക്കൂ. മുളകൊക്കെ റെഡി ആയിട്ട് എല്ലാം ഇട്ടിട്ട് മുളക് വച്ച് വെച്ചിരിക്കുന്നു. ഒക്കെ മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് പൊരിക്കുക എന്നിട്ടാ പിട്ടൊക്കെ ചുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് തിന്നുള്ളൂ, ഇപ്പോൾ തിന്നൂല. ചുട്ട് റെഡിയാക്കിയിൽ മൂടി വെച്ചാൽ തണുക്കൂലോ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും നോമ്പ് തുറ കഴിഞ്ഞിട്ടാ മുത്തായം തിന്നാണ്. ഞാൻ അത്തായം നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരുന്നുണ്ട്. അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഇടയിൽ. എൻ്റെ ഇതാ പിട്ട്, ഒരു മാങ്ങ മുളകിട്ടത്, സൂതക്കറി. സൂതയായിരുന്നു കേട്ടോ. അതാ സൂതൊക്കെ തിന്ന് തീർന്നു. എപ്പോഴുള്ള തിന്നുമ്പോൾ നോമ്പ് ഇത് പിടിക്കാൻ മറക്കും. പിന്നാണ് ഓർമ്മ ഉണ്ടാവും, അയ്യോ വീഡിയോ പിടിച്ചില്ലല്ലോ. എന്താ ചെയ്യുക കേട്ടോ. ഞാൻ നേരത്തെ 2 മണിക്കൂർ മുന്നേ മീനൊക്കെ മുറിച്ച് മുളക് കയറ്റി വെച്ചായിരുന്നു. അപ്പോൾ അതാ പൊരിക്കുകയാണ്. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിടിച്ചിയിലിട്ടോ വെച്ചത് മുളക് കയറ്റിയിട്ട്. കേട്ടോ, നമ്മൾ മീനൊന്ന് മറിച്ചിടട്ടെ. മറിച്ച് വെക്കട്ടോ. മറിച്ചിട്ട് നല്ല അടിപൊളിയാണ്. എല്ലാം വേവട്ടൊന്നും കൂടെ. ഓക്കെ, അങ്ങനെ ഇട്ടാൽ മീനൊക്കെ നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട്. നല്ല ഞെരിഞ്ഞ് പൊരിഞ്ഞു. ഞാൻ ഇറക്കി വെക്കാൻ പോവാണ്. പിന്നെന്താ കോഴിമുട്ട അത് വെന്തും കൊണ്ട് നിൽക്കുന്നത് കണ്ടാ. ഒരടുപ്പത്ത് കോഴിമുട്ട, ഒരടുപ്പത്ത് മീൻ പൊരിന്, രണ്ടും കൂടെ നിറക്കട്ടെ. ഒരടുപ്പത്ത് ഇതാ കഞ്ഞി വെന്തും കൊണ്ട് നിൽക്കുന്നു. വെളിച്ചെണ്ണിൻ്റെ കഞ്ഞി. 3 അടുപ്പത്തും പണിയിട്ടാ. അങ്ങനെ കട്ടിയാൽ മനസ്സിലാവും. ഇങ്ങനെ കട്ടിയാൽ മനസ്സിലാവും. ഒരടുപ്പത്ത് കഞ്ഞി, ഇത് മുട്ട. എന്താ കേട്ടാ മക്കളെ, എല്ലാവരും തിന്നു കഴിഞ്ഞിട്ട് എല്ലാവരും പോയി. എല്ലാവരും തിന്നു കഴിഞ്ഞ് പോയി. മക്കളെ മറന്നുകൊണ്ട് മക്കളെ പിടിക്കാൻ എന്തൊരു കഷ്ടകാലം എനിക്കറിയാം. ഞാനൊന്നും ചോറുന്നിട്ടില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ ഒന്ന് മുട്ട മതിയായിരുന്നു. വേറെ ഒരാൾക്ക് ഇതൊക്കെ പൊയിഞ്ഞ് വെച്ചിരിക്കുന്നു. നീട്ടിട്ടില്ല. അപ്പോൾ വരും. നമ്മളൊക്കെ വേഗം തിന്നാണ്. മൂപ്പർക്ക് കോഴിമുട്ടല്ലേ വെച്ചാൽ നമ്മൾ എനിക്കൊക്കെ ചോറല്ലേ വെച്ചാൽ ഞാൻ വേഗം തിന്നു. എൻ്റെ മോന് ഇതാ തിന്നണ്. മോനിന്ന് ചോറ് വേണ്ട, മുടിയും ചായയും മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ പിടിച്ച്. കുഞ്ഞനൊന്നും ആരും തിന്നൂല കേട്ടോ. അവിടെ പുട്ട പോയി ഇങ്ങനെ വെറുതാണ്. കാരണമുള്ള കുഞ്ഞനൊക്കെ വലിച്ചെറിയും എല്ലാവരും. തിന്നാൻ പറ്റാഞ്ഞപ്പോൾ തിന്നിട്ട് കാര്യമില്ല. സുഖം ഇടിക്കൂല അല്ലേ. അങ്ങനെയൊക്കെയാണ് മക്കളെ. എല്ലാവരും എന്നൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറന്നു പോകരുത്. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ളത്. കാരണം ആരും മറക്കാതെ ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കേ, ഞാനിതാ മുടിയും ചായയും കുടിക്കുകയാണെങ്കിൽ അതേ ഉള്ളൂ. തൽക്കാലം പിടിക്കട്ടാ. ചോറൊക്കെ ഇതാ കൊണ്ടുവച്ച് തിന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.